നമസ്കാരം. ഞാൻ ശാക്തേയ ഉപാസകൻ. സജ്ജനങ്ങളുമായിട്ട് നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന വിഷയം മകരക്കൂറിൽപ്പെട്ട ഉത്രാടം 2, 3, 4 പാദം, തിരുവോണം, അവിട്ടം 1, 2 പാദ നക്ഷത്ര ജാതരുടെ 2026 മാർച്ച് ഏപ്രിൽ മാസ ജ്യോതിഷ ഫല സാധ്യതകളാണ്. ഇത്തരത്തിലുള്ള ജ്യോതിഷ ഫല സാധ്യതകൾ നമ്മൾ പറയുന്നത് ചാരവശാലുള്ള ഗ്രഹസ്ഥിതി അനുസരിച്ചാണ്. ഇതെങ്ങനെയാണ് ഒരു മകരക്കൂറുകാരൻ്റെ ജീവിതത്തിൽ അനുഭവത്തിൽ വരിക എന്ന് ചോദിച്ചാൽ, ഏതൊരു മകരക്കൂറുകാരൻ്റെയും ജാതകമനുസരിച്ച് 2026 മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ അവരെ സ്വാധീനിക്കുന്ന ദശാനാഥൻ്റെയും അപഹാരനാഥൻ്റെയും സ്വാധീന ഫലങ്ങൾ എന്തൊക്കെയാണോ അവയെ കൂടെ ആശ്രയിച്ചായിരിക്കും ഇത്തരത്തിലുള്ള ഫലങ്ങളും അനുഭവത്തിൽ വരിക എന്ന് മനസ്സിലാക്കുക. 2026 മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ മകരക്കൂറുകാരെ സംബന്ധിച്ചുള്ള ചരരാശിയ ഗ്രഹസ്ഥിതിയിലെ പ്രധാനപ്പെട്ട ഗ്രഹങ്ങളുടെ സ്ഥിതിയെന്ന് പരിശോധിച്ചാൽ, ശനീശ്വരൻ 3-ാം ഭാവത്തിലും വ്യാഴം 6-ലും രാഹു 2-ലും കേതു 8-ലും സ്ഥിതി ചെയ്യുന്നു. ഈ ഒരു ഗ്രഹസ്ഥിതിക്കൊപ്പം സൂര്യേന്ദ്രാദി ഗ്രഹങ്ങളുടെ താൽക്കാലികമായിട്ട് സ്ഥിതിയും കൂടെ പരിഗണിച്ചുകൊണ്ട് നമ്മൾ മകരക്കൂറുകാരുടെ മാർച്ച് മാസത്തിലെ ജ്യോതിഷ ഫലത്തിലേക്ക് കടന്നാൽ, ധനപരമായിട്ടുള്ള പ്രതിസന്ധികൾക്ക് പരിഹാരം കാണുവാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ ഏകദേശം വിജയിക്കുവാനുള്ള സാധ്യതയുണ്ട്. സഹോദര സ്ഥാനീകരിൽ നിന്നും ചില പ്രതികൂല നടപടികൾ ഉണ്ടായാൽ പോലും അതിനെയൊക്കെ അനുനയിപ്പിച്ചുകൊണ്ട് അനുകൂലമായ രീതിയിൽ സഹോദര സ്ഥാനീകരിൽ നിന്ന് ഗുണം ഉണ്ടാക്കി എടുക്കുവാനുള്ള പരിശ്രമവും ഈ കാലഘട്ടത്തിൽ വിജയിക്കാനിടയുണ്ട്. കടബാധ്യതകൾ തീർക്കുവാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ ഏകദേശം വിജയിക്കാം. സാമ്പത്തികമായിട്ടുള്ള വിഷയങ്ങളിൽ ഏകദേശം കാര്യവിജയം കുറച്ച് അലച്ചിലിന് ശേഷമാണെങ്കിലും വിജയിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. തൊഴിൽ ഇല്ലാത്തവരെ സംബന്ധിച്ച് തൊഴിൽ തേടാനും നേടാനും പറ്റിയൊരു കാലഘട്ടമാണ്. തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട സ്ഥാനക്കയറ്റം, സ്ഥലം മാറ്റം പോലെയുള്ള കാര്യങ്ങൾക്കും പരിശ്രമിച്ചാൽ വിജയം ഉണ്ടാവുന്നതാണ്. തൊഴിൽ സംബന്ധമായിട്ട് ഏതെങ്കിലും തരത്തിൽ തടഞ്ഞു വയ്ക്കപ്പെട്ടിട്ടുള്ള ശമ്പളം അല്ലെങ്കിൽ കൂലി ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തിയാലും ഈ കാലഘട്ടത്തിൽ ലഭിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാർഷികമായിട്ടുള്ള പ്രവർത്തികൾ ഏർപ്പെടുന്നവർക്ക് സാമാന്യന് ഗുണഫലം പ്രതീക്ഷിക്കാവുന്നതാണ്. പൊതുപ്രവർത്തന മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്ഥാനക്കയറ്റവുമായിട്ട് ബന്ധപ്പെട്ട് ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചൊക്കെ അതിനൊക്കെ വേണ്ടുന്ന ചരടുവലികൾ നടത്തിയാൽ ഏകദേശം കാര്യവിജയത്തിലേക്ക് എത്തിച്ചേരുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. സാമ്പത്തിക വിഷയങ്ങളെ സംബന്ധിച്ച് കാര്യങ്ങൾ അനുകൂലമായിട്ട് പോകുമ്പോഴും പഴയ കടബാധ്യതകൾ സംബന്ധിച്ചിട്ടുള്ള അറിയിപ്പുകളോ സന്ദേശങ്ങളോ അലോസരങ്ങളോ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. രോഗ വിഷയങ്ങളെ സംബന്ധിച്ചുള്ള ചില ആശങ്കകൾ വർദ്ധിച്ചേക്കാം. എന്നാൽ പോലും അതിന് വേണ്ടുന്ന സമയത്ത് വേണ്ടുന്നത് പോലെയുള്ള ചികിത്സാ സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തുന്നത് കൊണ്ട് കാര്യമായിട്ടുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാകുവാനുള്ള സാധ്യത വളരെ കുറവാണ്. ദേവാലയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ദേവകാര്യവുമായിട്ട് ബന്ധപ്പെട്ട സൽക്കർമ്മങ്ങൾ പൂർത്തീകരിക്കുവാൻ തന്നെ തുനിഞ്ഞിറങ്ങണം. അത് പാതി വഴിയിൽ വെച്ച് ഉപേക്ഷിക്കുന്ന തരത്തിലേക്ക് പോകാതിരിക്കുക, അല്ലെങ്കിൽ അത് എന്നേക്കുമായിട്ട് ഉപേക്ഷിക്കുന്ന തരത്തിലും ചിന്തിക്കാതിരിക്കുക, പ്രവർത്തിക്കാതിരിക്കുക എന്നതും ചെയ്യേണ്ടതാണ്. കുടുംബപരമായിട്ട് ചില വാക്കുതർക്കങ്ങൾ ഉണ്ടാവാനിടയുണ്ട്. പ്രത്യേകിച്ച് ഏതെങ്കിലും തസ്കര സ്വഭാവമുള്ളവരുടെ ഇടപെടൽ വിവാദങ്ങളാകുമ്പോൾ അവയിൽ മറുപടി പറയേണ്ടി വരുന്ന സാഹചര്യവും അത് സ്വരം ഉയർത്തി തന്നെ പറയേണ്ടി വരുന്ന സാഹചര്യവും ഉണ്ടായേക്കാം. അങ്ങനെ ഉണ്ടായാൽ പോലും ക്ഷമ കൈവിടാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ശാരീരികമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് വൈദ്യുതിയുമായി ബന്ധപ്പെട്ട് ഇടപെടുമ്പോൾ, അതല്ലെങ്കിൽ അഗ്നിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കേണ്ടി വരുമ്പോഴൊക്കെ സൂക്ഷിക്കേണ്ടതാണ്. ദുഷ്ടചിന്താഗതി വെച്ച് പുലർത്തുന്നവരുമായിട്ടുള്ള സഹവാസം വളരെ ദോഷം ചെയ്യും. അത്തരക്കാരെ സൗഹൃദനിഷ്ഠയിൽ നിന്ന് ഒഴിവാക്കിയില്ലെങ്കിൽ ചിലപ്പോൾ വിവാദങ്ങളിൽ അകപ്പെടുവാനുള്ള സാധ്യതയുണ്ട്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിദ്യാഭ്യാസ വിഷയത്തിൽ കഠിനമായിട്ടുള്ള പരിശ്രമം നടത്തിയാൽ മാത്രമേ വിജയം ഉണ്ടാവുകയുള്ളൂ. വിവാഹാദി മംഗളകർമ്മ വിഷയങ്ങളിലും കുറച്ച് പരിശ്രമിച്ചാൽ മാത്രമേ ഇഷ്ടവിവാഹ ലബ്ധിയിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ. വിദേശയാത്ര സംബന്ധമായിട്ടുള്ള താല്പര്യങ്ങൾ ഏകദേശം നടപ്പിലാകാനിടയുണ്ട്. ഉപരിപഠന വിഷയത്തിനാണെങ്കിലും തൊഴിൽ സംബന്ധമായിട്ടാണെങ്കിലും വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അത്തരം കാര്യങ്ങളിൽ പരിശ്രമിച്ചാൽ ഫലമുണ്ടാകാൻ ഇടയുള്ളൊരു കാലഘട്ടമാണ്. ഈ ഒരു മാസത്തിൽ പരിശ്രമം കൊണ്ട് മാത്രമേ ഫലമുണ്ടാവുകയുള്ളൂ. ഭാഗ്യത്തിൻ്റെ കടാക്ഷം കൊണ്ടെല്ലാം നമ്മുടെ കൈകളിലേക്ക് വന്നു ചേർന്ന് കൊള്ളും എന്ന് പറയുന്ന മിഥ്യാധാരണ
പൂർണ്ണമായും ഉപേക്ഷിച്ചുകൊണ്ട് ഒരു തവണ പരാജയപ്പെട്ടാലും വേണ്ടില്ല, അടുത്ത തവണ എനിക്ക് വിജയം നേടണമെന്ന ലക്ഷ്യത്തോടുകൂടെ ഒരു തീരുമാനത്തിലൂടെ ഏത് കാര്യത്തിലും പരിശ്രമിച്ചാൽ തീർച്ചയായിട്ടും വിജയം പ്രതീക്ഷിക്കാവുന്ന ഒരു കാലഘട്ടമായിട്ട് നമുക്കിതിനെ വ്യാഖ്യാനിക്കാം. ഇന്ന് നമ്മൾ പറയുന്നത് 2026 ഏപ്രിൽ മാസം മകരക്കൂറുകാരെ സംബന്ധിച്ച് എങ്ങനെയായിരിക്കുന്നത്. കിട്ടാനുള്ള ചില ധനം കുറച്ചെങ്കിലുമൊക്കെ പിരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള സാധ്യതയുണ്ട്. അതിനുവേണ്ടി കർശനമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് കർക്കശമായ വഴികളിലൂടെ പോയാൽ കിട്ടാനുള്ളതിൻ്റെ പാതിയെങ്കിലും പിരിഞ്ഞ് കിട്ടാനിടയുള്ളൊരു കാലഘട്ടമാണ്. തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് കൂടെ നിൽക്കുന്ന ചില ആളുകളുടെ നിസ്സഹകരണം ചില പ്രവർത്തികളിൽ വീഴ്ച ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കണം. ആശയക്കുഴപ്പങ്ങൾ കൊണ്ടോ വാക്കുകൾ ഉപയോഗിക്കുന്ന രീതിയിലുള്ള വൈകല്യം കൊണ്ടോ നിങ്ങൾ ഉദ്ദേശിക്കാത്ത അർത്ഥം മറ്റുള്ളവർ, നിങ്ങളെ കേൾക്കുന്നവർ ധരിച്ചു വെച്ച് നിങ്ങളോട് വിരോധം വരാതിരിക്കുവാൻ വേണ്ടുന്ന ശ്രദ്ധയും ജാഗ്രതയും കൊടുക്കേണ്ടത്. വിവാഹാദി വിഷയങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ തോന്നിയാലും അവ പരിഹരിച്ചു കൊണ്ടുപോകുവാനുള്ള ഒരു ലക്ഷ്യബോധവും ഒരു പരിശ്രമവും കൂടെ വർദ്ധിപ്പിച്ചെടുത്താൽ തീർച്ചയായിട്ടും വിവാഹാദി വിഷയങ്ങളിൽ അനുകൂലമായിട്ടുള്ള തീരുമാനം ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുന്നതാണ്. ആരോഗ്യ സംബന്ധമായിട്ടുള്ള ചില ചെറിയ പ്രശ്നങ്ങൾ അപ്രതീക്ഷിതമായിട്ട് വരാനിടയുണ്ട്. വിശിഷ്യ വാഹനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ജാഗ്രതയും ശ്രദ്ധയും വേണം. വാഹനങ്ങൾ ഓടിക്കുന്നവർ വാഹനങ്ങൾ വരുന്ന റോഡിലൂടെ റോഡ് മുറിച്ച് കിടക്കുമ്പോഴൊക്കെ വളരെയേറെ ശ്രദ്ധയും ജാഗ്രതയും വേണം. നമ്മുടെ സൗഹൃദത്തിലായാലും നമ്മളുടെ അടുത്ത ആൾക്കാരായാലും ദുഷ്ടചിന്താഗതിയുള്ള അല്ലെങ്കിൽ ആരെങ്കിലും എങ്ങനെയെങ്കിലും ദ്രോഹിക്കണമെന്ന ചിന്താഗതിയുള്ള ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമകളായിട്ടുള്ളവരുമായിട്ടുള്ള സൗഹൃദം ഈ കാലഘട്ടത്തിൽ ദോഷം ചെയ്യുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ചില കടബാധ്യതകളൊക്കെ ചില പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുമെങ്കിൽ പോലും അപ്പോൾ പരിഹരിക്കുവാനുള്ള പരിശ്രമങ്ങൾ വിജയിക്കാനിടയുണ്ട്. തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാവാനിടയുണ്ട്. ഏർപ്പെടുന്ന ഏതൊരു മേഖലയിലും ഏകദേശം വിജയ സാധ്യത തന്നെയാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിദ്യാഭ്യാസ വിഷയത്തിൽ തടസ്സമുണ്ടാകാതിരിക്കാൻ, വിദ്യാഭ്യാസപരമായിട്ട് തടസ്സമുണ്ടാകാതിരിക്കാൻ വേണ്ടുന്ന ജാഗ്രത വേണം. തസ്കര സ്വഭാവമുള്ളവരിൽ നിന്നും ചതിവ് പറ്റാനിടയുണ്ട്. ശാരീരികമുള്ള രോഗദുരിതങ്ങൾ, ഏതെങ്കിലും തരത്തിലുള്ള നീരുവീഴ്ച പോലുള്ള രോഗങ്ങളോ അല്ലെങ്കിൽ ഞരമ്പ് സംബന്ധമായിട്ടുള്ള നീരുവീഴ്ച പോലുള്ള രോഗങ്ങളോ ഒക്കെ ഉണ്ടാകുന്ന സാധ്യതയും കാണുന്നുണ്ട്. കലഹത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. സുഹൃത്തുക്കളായാലും ആരായാലും കലഹം അല്ലെങ്കിൽ ബഹളം നടക്കുന്നത് കണ്ട് അതിൻ്റെ ഇടയ്ക്ക് തന്നെ മധ്യസ്ഥ വിളിക്കാൻ നമ്മൾ പോകാതിരിക്കുക. ഒപ്പം നമ്മളുടെ കുടുംബത്തിലും പറയാനുള്ള കാര്യങ്ങൾ പറയുക എന്നതിനേക്കാളുപരി കലഹമയമായി അസഭ്യ ഭാഷണത്തിലൂടെ അതിനെ വലുതാക്കിയെടുക്കുവാൻ വേണ്ടി ശ്രമിക്കരുത്. അങ്ങനെ ശ്രമിച്ചാൽ ഒരുപക്ഷെ കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിൽ നിൽക്കണമെന്നില്ല. ചുരുക്കത്തിൽ 2026 മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ഏപ്രിൽ മാസത്തിൽ ചില പുതിയ തൊഴിൽ സാധ്യതകളൊക്കെ തുറന്നു കിട്ടാനിടയുണ്ട്. ചില പുതിയ സൗഹൃദങ്ങളൊക്കെ വന്ന് വീഴാനിടയുണ്ട്. ചില പുതിയ ധനാഗമ മാർഗങ്ങളൊക്കെ വന്ന് വീഴാനിടയുണ്ട്. ഇങ്ങനെയൊക്കെ വരുന്ന കാര്യങ്ങളിൽ വളരെയേറെ ശ്രദ്ധയും ജാഗ്രതയും പുലർത്തി തന്നെയേ ഇടപെടാവൂ, ഏറ്റെടുക്കാം. അതല്ലെങ്കിൽ നിങ്ങൾ പ്രത്യക്ഷത്തിൽ അറിയാതെ മനസ്സിലാക്കാതെ ഇരിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഒളിച്ചു വയ്ക്കപ്പെട്ട എന്തെങ്കിലും കൃത്രിമത്വങ്ങൾ ഈ വിഷയങ്ങളിൽ ഉണ്ടാകും എന്ന് മനസ്സിലോർക്കുക. ഏത് കാര്യത്തെക്കുറിച്ചും വിശദമായിട്ട് പരിശോധിച്ച് പഠിച്ച് മനസ്സിലാക്കി മാത്രം പ്രതികരിക്കുക. അതല്ലാതെ എടുത്തിയാടി ഒരു കാര്യത്തിലും യെസ്സോ നോയോ പറയാതിരിക്കുക. ഇത്തരം കാര്യങ്ങളാണ് ഇവർ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ജീവിതശൈലി രോഗങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് മരുന്നുകളൊക്കെ എടുക്കുന്നവർ ആ മരുന്നുകളൊക്കെ മറന്നു പോകാതെ കൃത്യസമയത്തിന് കഴിക്കാനുമൊക്കെ ഉള്ള ശ്രദ്ധ വെച്ചോണം. കാരണം ഏതെങ്കിലും തരത്തിലുള്ള അശ്രദ്ധ വന്നാൽ നമുക്ക് വലിയ വില കൊടുക്കേണ്ടി വരും, പ്രത്യേകിച്ച് പ്രഷർ പോലുള്ള രോഗങ്ങൾക്ക് എന്ന് ചിന്തിക്കുക, മനസ്സിലാക്കുക, മുന്നോട്ട് പോവുക. ദോഷപരിഹാരമായിട്ട് വ്യാഴാഴ്ച ദിവസങ്ങളിൽ മഞ്ഞ നിറത്തിലുള്ള വസ്ത്രം ധരിക്കുക, മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, കഴിയുന്നത്ര വഴിപാടുകൾ നടത്തുക. ശനിയാഴ്ച ദിവസം രാഹുർകാല സമയത്തിന് പ്രാധാന്യം കൊടുക്കുക, നീല നിറത്തിലുള്ള വസ്ത്രങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക, സർപ്പക്ഷേത്രത്തിലോ രാഹുർ ക്ഷേത്രത്തിലോ ദർശനം നടത്തുക, കഴിയുന്നത്ര വഴിപാടുകൾ നടത്തുക. ചൊവ്വാഴ്ച ദിവസം ചുവപ്പും കറുപ്പും ഇടകലർന്ന നിറത്തിലുള്ള വസ്ത്രം ധരിക്കുക, ദുർഗാദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, കുങ്കുമാർച്ചന, രക്തപുഷ്പാഞ്ജലി, ഗുരുതി പുഷ്പാഞ്ജലി, കടുംപായസം പോലെയുള്ള വഴിപാടുകൾ നടത്തുക, പ്രാർത്ഥിക്കുക. ഇതര മതസ്ഥരെ സംബന്ധിച്ച് അവരവരുടെ മതവിശ്വാസം അനുസരിച്ചുള്ള പ്രാർത്ഥനകൾ, വിശുദ്ധ ഗ്രന്ഥ പാരായണം എന്നിവയൊക്കെ ചെയ്യുന്നതിനോടൊപ്പം സ്വീകാര്യമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ദിവസങ്ങളിൽ
പ്രാധാന്യം കൊടുക്കേണ്ടുന്ന വസ്ത്രങ്ങളും നിറങ്ങളും പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവരവരുടേതായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുന്നതും ദോഷപരിഹാരത്തിൻ്റെ പട്ടിക ഉൾപ്പെടുത്തി നമുക്കിവിടെ വിലയിരുത്താവുന്നതാണ്. ഇതാണ് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ. നന്ദി, നമസ്കാരം.